ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ക്യാരറ്റും ചോക്ലേറ്റും അതുപോലെ തന്നെ ബനാനയും ചേർത്തുള്ള കേക്കാണ്. ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിനായി ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് 4 മുട്ടയാണ് ആദ്യമായിട്ട് എടുക്കുന്നത്. മുട്ട എടുത്തു. അതിൻ്റെ കൂടെ ഇനി ഒരു കപ്പ്, ഈ ഒരു കപ്പിലാണ് ഞാൻ എടുക്കുന്നത്. ഈ കപ്പാണ് അളവായിട്ട് എടുത്തേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി എണ്ണ ഒഴിക്കുന്നില്ല, 1/2 ഗ്ലാസ് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ. അപ്പം ഈ എണ്ണയുടെ കൂടെ ഞാൻ ബാലൻസ് ഓറഞ്ച് ജ്യൂസ് ഒഴിക്കാമെന്നാണ് കരുതുന്നത്. നല്ലൊരു ഫ്ലേവറായിട്ട് കിട്ടും. ഇത്രയും എടുത്ത് ഇതിൻ്റെ കൂടെ ഇനി ഇടേണ്ടത് പഞ്ചസാരയാണ്. ഇപ്പം ഒരു 3/4 ഗ്ലാസ് ഇട്ടു, കാരണം 2 ഗ്ലാസ് ഇതിടാനാണ്. പഞ്ചസാര ഒരു 3/4 ഗ്ലാസ് ഇട്ടു. ഇനി ഓരോരുത്തരുടെയും മധുരം അനുസരിച്ച് കൂട്ടോ കുറയ്ക്കുക, പക്ഷെ ഒത്തിരി വ്യത്യാസം വരുത്തേണ്ട ആവശ്യമില്ല. ഇതാണ് ഇതിനകത്ത് മെയിൻലി ആയിട്ട് എടുക്കുന്നത്. ഞാൻ അതിനകത്ത് ചേർക്കാൻ പോകുന്നത് സ്വല്പം എസൻസ് ചേർക്കാം. അപ്പോൾ ഈ കൂട്ടിലോട്ട് നമുക്ക് സ്വല്പം പൈനാപ്പിൾ എസൻസും വാനില എസൻസും ആഡ് ചെയ്യാം. അത് 5 to 10 ഡ്രോപ്സ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ കൂട്ടിലോട്ട് ഒരു സ്വല്പം ഉപ്പ് ആഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്യുക. ഇനി ഞാൻ ഇതിലോട്ട് സ്വല്പം കറുവാപ്പട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടി പൊടിച്ചു വെച്ച പൊടി ഇടുകയാണ്. അത് 1/2 ടീസ്പൂൺ ഇടുകയാണ്. അത് നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ്. അപ്പോൾ ഇതിനി ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്യണം. ആ വിസ്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനോട് ചേർത്ത് നമുക്ക് ബാക്കി പൊടികളും നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും അതുപോലെ ബനാനയും ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലോട്ട് ഞാൻ 1/2 കപ്പോളം ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുകയാണ്, കാരണം അതാണ് റിമെയിൻ ചെയ്യുന്നത്. അതായത് 1 കപ്പാണ് വേണ്ടത് 2 ഗ്ലാസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്തു. ഇതിനോട് കൂടെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് വിസ്ക് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം നന്നായിട്ടായി കഴിയുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബനാനയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ട് ഒന്നിച്ചിട്ട് വിസ്ക് ചെയ്യുക. ഓരോ പ്രാവശ്യം വിസ്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ട്, അല്ലെങ്കിൽ അത് പൊങ്ങി വരത്തില്ല. ഇതിലോട്ട് ഞാനിനി 1 ഗ്ലാസ്സോളം ചോക്ലേറ്റ് പൗഡർ ഇട്ടു. ആ ഒപ്പം തന്നെ സെൽഫ് റൈസിങ് ഫ്ലവറും അതിനോടൊപ്പം ആഡ് ചെയ്യണം. ഒത്തിരി വിസ്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ശരിക്കും ഒന്ന് തട്ടിപ്പൊത്തി എടുത്താൽ മതി, അല്ലെങ്കിൽ അത് പിന്നെ പൊങ്ങി വരാൻ സ്വല്പം പാടായിരിക്കും. പിന്നെ ചോക്ലേറ്റ് പൗഡറിൻ്റെ ബാക്കി നമ്മൾ സെൽഫ് റൈസിങ് ഫ്ലവറൂടെ ആഡ് ചെയ്യണം. മൊത്തത്തിൽ 2 കപ്പാണ് ഇടുന്നത് 4 മുട്ടയ്ക്ക്. അപ്പം അതിനുള്ള ഫ്ലവറും ആഡ് ചെയ്തു. കേക്ക് ചെയ്യാനുള്ള പാത്രം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് പുരട്ടി ചുറ്റുമാക്കി. ഇച്ചിരി കൂടുതൽ ബട്ടർ ഇട്ട് പറ്റണം, കാരണം എണ്ണ കുറച്ചാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല ഒരു കൊഴുപ്പോട് കൂടി അത് നമ്മൾ നന്നായിട്ട് ഇച്ചിരി പൊക്കി ഒഴിക്കണം എന്നുള്ളൂ. ഹൈറ്റ് ഇച്ചിരി വേണം ഒഴിക്കുമ്പം. അങ്ങനെയാകുമ്പോൾ അത് നല്ല ഷേപ്പ് കിട്ടും. അങ്ങനെയാണ് കേക്കിന് ഒഴിക്കേണ്ടത്. പിന്നീട് അതിന് മാറ്റരുത്, അതിൻ്റെ ഇളക്കി മാറ്റരുത് ഒത്തിരി അങ്ങോട്ട്. അപ്പം ഒരു നല്ല പ്രതലമായ സ്ഥലത്ത് വെച്ച് നന്നായിട്ട് ഹൈറ്റിൽ ഒഴിച്ചു കൊടുക്കുക. 150 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലോട്ട് നമ്മൾ കേക്ക് കയറ്റ് ചെയ്യുകയാണ്. അത് 45 മിനിറ്റ്സ് നേരത്തെങ്കിലും ഓവനിൽ വെക്കണം. 230 ഡിഗ്രി സെൽഷ്യസിൽ 5 to 6 ഗ്യാസ് മാർക്കിൽ 30 മിനിറ്റ്സിലോട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി 15 മിനിറ്റ്സ് 180 ഡിഗ്രി സെൽഷ്യസിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് നോക്കി. അത് കറക്റ്റ് സമയമാകുമ്പോൾ കേക്ക് റെഡി ആയിരിക്കും. കേക്ക് കറക്റ്റായി വന്നു കഴിയുമ്പോൾ നമ്മൾ തണുത്തിട്ടാണ് കേക്ക് എടുക്കുന്നത്. അത് നമ്മൾ നന്നായി തണുത്ത് കഴിയുമ്പോൾ പാത്രത്തിലോട്ട് എടുക്കുക. ഡെക്കറേറ്റ് ചെയ്യേണ്ടവർക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അത് ഐസിങ് ഒക്കെ ഇട്ട് ഞാൻ പ്ലെയിൻ കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.